പിന്നെ വലിയ ഈ പറഞ്ഞ പോലെ വേറെ അക്രമം ഭയങ്കര ബഹളമൊന്നും ഇല്ലാത്ത ഒരു സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു സിനിമ. ഒരു ഫാമിലി എൻ്റർടൈനറായിരുന്നു. അത് കണ്ടോണ്ടിരിക്കാം, പിന്നെ കുഴപ്പമില്ല. നല്ല പടം. ഒരു ത്രില്ലർ ടൈപ്പാണോ സിനിമ? അത് അതെ അതെ. കുഴപ്പമില്ല. ഒരു ത്രില്ലർ ടൈപ്പാണോ? ഒരു ത്രില്ലർ ടൈപ്പാണോ? ത്രില്ലറല്ല, ഒരു കൊലപാതകത്തിൻ്റെയാണ്. ആണോ? കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ കൊള്ളാം. കൊള്ളാം, സൂപ്പർ പടം. ആണോ? സൂപ്പർ. വല്ല കണ്ടോണ്ടിരിക്കാം. ആക്ടിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ടിങ് ഇത് ഒരു സ്പൈ മോഡൽ ടൈപ്പാണല്ലോ പഴയ. ഇപ്പോൾ ആ ടൈപ്പിലുള്ള സിനിമയല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ അത് കണ്ടോണ്ടിരിക്കാം, പിന്നെ കുഴപ്പമില്ല. നല്ല സിനിമയായിരുന്നു. ഔസേപ്പിൻ്റെ ഔസിത്ത് നല്ലൊരു സിനിമയായിരുന്നു. ഒരു ഫാമിലി എൻ്റർടൈനറായിരുന്നു. അതുപോലെ തന്നെയാണ് ദിലീഷ് പോത്തൻ സാറിൻ്റെ അഭിനയം വളരെ മനോഹരമായിരുന്നു. പെർഫോമൻസ് ഒക്കെ ബാക്കി വിജയരാഘവൻ അങ്ങനെ എല്ലാവരും? വിജയരാഘവൻ പക്ഷേ കുറച്ച് സീനുകളിൽ ഉണ്ടെങ്കിലും നല്ലൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. അതേപോലെ തന്നെയാണ് നല്ലൊരു കലാഭവൻ ഷാജോണിൻ്റെ അഭിനയം വളരെ നല്ലതായിരുന്നു. ഇതൊരു ത്രില്ലർ ടൈപ്പാണ്. ട്രെയിലർ കണ്ടിട്ട് ത്രില്ലറല്ല, ഒരു ഫാമിലി എൻ്റർടൈനർ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ക്രൈം കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതൊരു നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് സെൻഡ് ചെയ്യുന്നത്. ഒരു ചെറിയ സിനിമയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു കുഴപ്പമില്ല, പിന്നെ അത് കഴിയുമ്പം നല്ല ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഒരു വലിയ ബഹളമൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു മൂവി. പിന്നെ ദിലീഷ് പോത്തനും ഷാജോനും പുള്ളി രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഒരു ത്രില്ലർ പോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല. അതൊരു കുഞ്ഞു സിനിമ, വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്ത ചെറിയൊരു സിനിമ. കണ്ടതിന് ശേഷം പുള്ളിയുടെ വിജയരാഘവൻ്റെ വിജയരാഘവൻ ഞാൻ വിചാരിച്ച ഒരുപാട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുണ്ടാകും. അത് വളരെ കുറച്ച് റോളും. ഈ സിനിമ ഫുള്ളും നിറഞ്ഞിരിക്കുന്ന ഷാജോനും ദിലീഷ് പോത്തനുമാണ്. പിന്നെ ഹേമന്ത് മേനോനുണ്ട്, സൈരനുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ. ലെനയുണ്ട്. അവരൊക്കെ ചെറിയ കഥാപാത്രങ്ങൾ. ഒരു ചെറിയൊരു ഫിലിം. പക്ഷേ നമുക്ക് ഒരു ആ സിനിമ നമുക്ക് ഇത് ഫസ്റ്റ് ഹാഫിന് ശേഷം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. എന്ന് പറയുമ്പോൾ ഒരു ക്രൈം നടക്കും, പക്ഷേ ആ ക്രൈം എന്താണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ കാണിക്കുക. ആ ഇൻവെസ്റ്റിഗേഷൻ പാട്ടൊക്കെ അങ്ങ് ഭയങ്കര ബോറിംഗ് ആണ്. കനി കുസൃതിയാണ് ഒരു ഓഫീസറായിട്ടൊക്കെ. പിന്നെ ആ കേസ് അന്വേഷണം ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരു പിന്നെയും കണ്ടിരിക്കാം. പിന്നെ അതൊന്നും ഒരു രസമായിട്ട് എടുത്തില്ല. തിരക്കഥ കൊള്ളില്ല. ഒരു എന്താ പറയുക, കുറച്ചാളുണ്ടായിരുന്നു. ഇനിയുള്ള വൺ ടൈം കാണാൻ വേണ്ടിയുണ്ടോ? വൺ ടൈം കാണാനും ഇല്ല. വേണമെന്നുള്ളവർക്ക് ഒന്ന് കാണാം. പിന്നെ വലിയ ഈ പറഞ്ഞ പോലെ വേറെ അക്രമം ഭയങ്കര ബഹളമൊന്നും ഇല്ലാത്ത ഒരു സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു സിനിമ.